ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ച ഇന്ത്യൻ ഓഹരി വിപണി. സെൻസെക്സ് 200 പോയിന്റിന് മുകളിൽ, നിഫ്റ്റി 22,200 കടന്നു. ആഗോള വിപണികളിലും റെക്കോർഡ് നേട്ടം. എഡ്യൂക്കേഷൻ ആപ്പ് ബൈജൂസിന്റെ ഓഹരി ഉടമകളുടെ അസാധാരണ പൊതുയോഗം ഇന്ന്. സാമ്പത്തിക ക്രമക്കേടിൽ ബൈജു രവീന്ദ്രനെയും കുടുംബാംഗങ്ങളെയും ഡയറക്ടർ ബോർഡ് യോഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രമേയത്തിൽ ഓഹരി ഉടമകൾ ഇന്ന് വോട്ട് ചെയ്യും. നീക്കം ബൈജുവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ. ചരിത്രം തിരുത്തി എൻവിഡിയ കോർപ്പറേഷൻ ഓഹരികൾ. മെറ്റയെ പിന്തള്ളി. വിപണി മൂല്യം $2 ട്രില്യൺ അടുത്തെത്തി. നാസ്ഡാക്ക് റെക്കോർഡ് ഉയരത്തിൽ. ഇന്ത്യയിലെ ചെറുകിട വ്യാപാരികൾക്ക് സൗണ്ട് പോഡ് ഓഡിയോ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ ഗൂഗിൾ. ഓഡിയോ അലേർട്ട് വഴി QR കോഡ് പേയ്മെന്റുകൾ ട്രാക്ക് ചെയ്യാനാകും. പേടിഎം, ഫോൺപേ, ഭാരത് പേ എന്നിവയ്ക്ക് ശേഷം സ്പീക്കർ ഉപകരണം അവതരിപ്പിക്കുന്ന പുതിയ കമ്പനിയാകും ഗൂഗിൾ. വിമാനയാത്രയിൽ മൊബൈൽ സേവനങ്ങളുമായി എയർടെൽ. യാത്രക്കിടെ ഫോൺ വിളിക്കാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും സൗകര്യമൊരുക്കി. 19 വിമാന കമ്പനികളിൽ സേവനം ലഭ്യമാക്കാൻ എയ്റോ മൊബൈലുമായി എയർടെൽ ധാരണയിലെത്തിയെന്നും റിപ്പോർട്ടുകൾ. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്ന് വരുന്ന വാർത്തകൾ സംബന്ധിച്ച് RBI അവരുടെ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിന്റെ മിനിറ്റ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതിലൊക്കെ തന്നെയും അംഗങ്ങൾ പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിച്ചു എന്ന് തന്നെയാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ 1823 കോടിയുടെ ഓഹരികൾ ആഭ്യന്തര നിക്ഷേപകർ വാങ്ങിയെന്ന വാർത്തകളും വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്ന വാർത്തകളാണ്. ഒപ്പം തന്നെ ശക്തമായ ആഗോള സൂചനകൾക്കിടയിൽ ഇന്ത്യൻ ബെഞ്ച്മാർക്ക് സൂചികകൾ ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇനി റെക്കോർഡൊക്കെ കീഴടക്കി ഇന്ത്യൻ ഓഹരി വിപണി ഒരു മുകളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ 23,000 കടക്കുമെന്നൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ എല്ലാ സൂചികകളും പോസിറ്റീവിലാണ് നിലവിൽ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50യിൽ 6 പോയിന്റ് ഉണർവിൽ 22,223 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇന്ന് 22,290 ഓപ്പൺ ഉണ്ടായിരുന്നത്. 22,290 എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് പോയിന്റ് ആണ്. അതിനുശേഷം ഇന്ന് ലോ ആയിട്ട് വന്നിട്ടുള്ള ഒരു പോയിന്റ് 22,222 തന്നെയാണ്. ഓപ്പൺ 290ലും ഇന്ന് വന്ന ഹയസ്റ്റ് പോയിന്റ് 22,297 എന്ന പോയിന്റുമാണ് എത്തിയത്. 22,230 കടക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിലും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലും ഒക്കെ തന്നെ വളരെ ഒരു പോസിറ്റീവ് പ്രവണത കാണാം. 62 പോയിന്റിനുള്ളിൽ 46,982 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലാണെങ്കിലും 24 പോയിന്റ് ഉണർവിൽ 20,690 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ സൂചികളൊക്കെ തന്നെയും ഒരു പോസിറ്റീവ് ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും സെൻസെക്സും 10 പോയിന്റ് ഉണർവിൽ 73,169 പോയിന്റ് ഉണർവിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് ഇന്ന് ഏതൊക്കെ ഓഹരികളായിരിക്കാം ഇന്ത്യൻ വിപണിയെ പിന്തുണയ്ക്കുക എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് അതിഥിയായെത്തുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റിൽ നിന്നൊരു പോസിറ്റീവ് ട്രാക്കിലാണ് വ്യാപാരം നടക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഈ ഒരു പോസിറ്റീവ് ട്രാക്കിന് പിന്നിൽ? ഇന്ന് വിപണിയെ നയിച്ചേക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? മാർക്കറ്റ് വളരെ ഉത്സാഹത്തിലാണ് ഓപ്പൺ ചെയ്തത്. നേരത്തെ പറഞ്ഞ മാതിരി 300 ടച്ച് ചെയ്തില്ലെങ്കിൽ 297 വരെ നിഫ്റ്റി കയറി. അതിനുശേഷം ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഫ്ലാറ്റ് ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇന്നലെ മാർക്കറ്റ് ഒരു വീക്ക് ട്രെൻഡിലേക്ക് പോയെങ്കിലും അവിടെ നിന്നും നല്ലൊരു ബൗൺസ് ബാക്ക്, അതായത് 21,875 ലെവലിൽ നിന്ന് നല്ലൊരു ബൗൺസ് ബാക്ക് നിഫ്റ്റിക്ക് ലഭിച്ചു. ആ ഒരു ഉത്തേജനമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് മാർക്കറ്റിനെ നിർത്തുന്നത്. അതായത് ബുൾസിന് നല്ലൊരു ആവേശം ഇന്നലെ തിരിച്ചു ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. മാർക്കറ്റിൽ ഇന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ് കഴിഞ്ഞ ഏകദേശം 7 ദിവസങ്ങളായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇന്ന് 5% കയറി 319 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇൻഡിവിജ്വൽ സ്ക്രിപ്പുകളിൽ നല്ല മൂവ്മെന്റ് സെലക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഇന്നലെ ബാങ്കിങ് സ്റ്റോക്സ് മോശമായിരുന്നു, എന്നാൽ ഇന്ന് ഒരു ബാങ്കിങ് സ്റ്റോക്സ് പതുക്കെ കയറി വരുന്നുണ്ട്. മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ട് ആണ് നിൽക്കുന്നതെങ്കിലും ഇൻട്രാഡേയിൽ ചെറിയ സെല്ലിംഗ് ഒക്കെ വന്നുകൂടാകുകയില്ല. എന്നാലും ഒരു റേഞ്ചിനുള്ളിൽ നിൽക്കും എന്നുള്ളതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. റേഞ്ച് ബൗണ്ട് ആയിട്ട് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. ഏതായാലും വിപണികളിൽ ഓഹരികളുടെ തേരോട്ടം തുടരുകയാണ്. കൂടുതൽ വിപണി വാർത്തകളുമായി ഉച്ചയ്ക്ക് 1:30 കാണാം.